ആലുവ മണപ്പുറവും വളരെയധികം പേരുകേട്ടതാണ്. ആലുവ മണപ്പുറത്ത് നിന്നും അർച്ചന വിനോദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അർച്ചന, ഗുഡ് മോർണിംഗ്. എല്ലായിടങ്ങളിലും ഇപ്പോൾ നമ്മൾ കണ്ട ഇടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി വിശ്വാസികൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ആലുവ മണപ്പുറവും ഈ പിതൃതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരിടമാണ്. അവിടെ എങ്ങനെയുണ്ട് തിരക്ക്? സജ്ജീകരണങ്ങളെല്ലാം തയ്യാറല്ലേ? ആലുവ മണപ്പുറത്ത് ആയിരങ്ങളാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടി ആളുകൾ എത്തിയതാണ്. ഇപ്പോൾ പുലർച്ചെ മുതൽ ഈ ബലിതർപ്പണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അത്രത്തോളം ആളുകളാണ് ഈ ബലിതർപ്പണത്തിനായി ഇന്നലെ മുതൽ ഇവിടെ എത്തിയത്. ഇതിനുശേഷം 3 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിരവധി ബലിത്തറകൾ ഇതിനായി ഒരുക്കിയിട്ടുമുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് ഈ പെരിയാറിലേക്ക് ഇത് ഒഴുക്കുന്നത്. എന്തായാലും അത്രമാത്രം ഭക്തജനങ്ങൾ വരികയും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങൾ ഇവിടെ പൂർത്തിയാകുകയും ചെയ്തിരുന്നു. സ്കൂബ ടീം അടക്കം ഈ പെരിയാറിൻ്റെ തീരങ്ങളിലടക്കം വലയം വെക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ ശക്തമായ മഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം അപകട സാഹചര്യങ്ങൾക്ക് കണക്കിലെടുത്ത് തന്നെ വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ ഈ ആലുവ മഹാക്ഷേത്രം പൂർണ്ണമായും മുങ്ങുകയായിരുന്നു, അതായത് കഴിഞ്ഞ മഴയിൽ. പക്ഷേ ഇപ്പോൾ വെള്ളം താണു നല്ല ചളിയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരമുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാതെ തന്നെ ഈ ബലിതർപ്പണം നടപ്പിലാക്കാനുള്ള ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെയുണ്ട്. 400-ലധികം പോലീസാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് സുഗമമായി ബലിതർപ്പണം നടത്തി പോകാനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മാതാപിതാക്കളുടെയും മരിച്ചവരുടെയും ഒക്കെ ഓർമ്മകൾ പുതുക്കി തന്നെയാണ് ഈ ബലിതർപ്പണം നടക്കുന്നത്. കർക്കിടകത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമായിട്ട് തന്നെയാണ് വിശ്വാസികൾ ഇതിനെ കണക്കാക്കുന്നത്. ഓരോ കാർമ്മികളെടുത്തും എത്തി അതിനുള്ള പൂജാ ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ബലിതർപ്പണം ഈ നദിയിലേക്ക് സമർപ്പിക്കുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമായി തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം മണ്ണടിഞ്ഞവരെയെല്ലാം തന്നെ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്മരണ ഒന്നുകൂടെ പുതുക്കുന്ന രീതിയിലാണ് ഈ ബലിതർപ്പണം നടക്കുന്നത്. എന്തായാലും ആയിരങ്ങളാണ് ഇവിടെ ഇന്നലെ മുതൽ എത്തിയത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളാണ്. ഇത് വെറും എറണാകുളത്തെ ആളുകൾ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ഇന്നലെ മുതൽ ഇവിടെ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. മാത്രമല്ല, വലിയ ഗതാഗത കുഴുക്ക് നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ അത്തരം ക്രമീകരണങ്ങളല്ലേ നടത്താനുമുണ്ട്. മെട്രോ അധിക സർവീസുകളുണ്ട്. KSRTC ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അത്തരം ക്രമീകരണങ്ങൾ കൂടി പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായും ഈ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായതുകൊണ്ട് തന്നെ വെള്ളം നന്നായി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നിരവധി വിശ്വാസികൾ ആലുവയിലെ 2 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ആളുകളെ കയറ്റിവിടുന്നത്. ഒന്ന് പാലത്തിലെ അതിലൂടെ, മറ്റൊന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു കൂടിയും. അങ്ങനെ 2 ഇടങ്ങളിൽ നിന്നായിട്ട് ആളുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. എന്തായാലും ആയിരങ്ങളാണ് രാവിലെ പുലർച്ചെ 3 മണി മുതൽ തുടങ്ങിയ ബലിതർപ്പണത്തിൽ ബലിയർപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ്. സിന്ദൂരി. അർച്ചന, ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വലിയ മഴയ്ക്ക് ശേഷം നമ്മൾ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ പുഴയിലൊക്കെ ജലനിരപ്പൊക്കെ ഉയരുന്ന സാഹചര്യമാണ്. ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയധികം ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. പാലത്തിലൂടെ നിരവധി ആളുകളാണ്. അതുപോലെ തന്നെ തീരങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഈ കയറ് കെട്ടിത്തിരിക്കുന്നത് പോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തയ്യാറായിട്ടില്ലേ? ഞാൻ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. സിന്ധുവിനെ തീർച്ചയായും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തപ്പോൾ ഈ പെരിയാർ ക്ഷേത്രം പൂർണ്ണമായും മുങ്ങിയിരുന്നു. അത് ഇപ്പോഴാണൊന്ന് വെള്ളം താണത്. പക്ഷേ ഇപ്പോഴും ചളിയൊക്കെ ഭീകരമായി അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ അത്തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തുന്നതിനോടൊപ്പം ഇവിടെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ എല്ലാ ഈ കൈവരിയുടെ അടുത്തെല്ലാം തന്നെ പോലീസിൻ്റെയും സ്കൂബ ടീമിൻ്റെയും ഒക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വെള്ളത്തിനകത്തേക്ക് ഒരു പരിധി വിട്ട് വെള്ളത്തിനകത്തേക്ക് കയറാനും പാടില്ല. അവിടെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് കടക്കാനും കഴിയില്ല. എന്തായാലും വലിയ ഒഴുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പുഴയിൽ. കാരണം ഒന്ന് വെള്ളം താണിട്ടേ ഉള്ളൂ, പക്ഷേ ഒഴുക്ക് ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂബ ടീം ഈ നദിക്കരയിൽ ഇങ്ങനെ വലയം വെക്കുന്നുണ്ട്. മാത്രമല്ല, സ്കൂബ ടീമിൻ്റെ എല്ലാ ആളുകളും ഓരോ വശങ്ങളിലായിട്ടും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു പരിധി വിട്ട് ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നത്. ഈ ബലിതർപ്പണം നടത്തുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് മുങ്ങി കുളിച്ചതിന് ശേഷമായിരിക്കും പോകുക. അതുകൊണ്ട് തന്നെ അധികം
താഴോട്ട് ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ആളുകൾ അവിടെ നിന്ന് മുങ്ങി താണ് പോകുന്നത് മാത്രമേ നമ്മൾ കാണാനുള്ളൂ. എന്തായാലും പോലീസും ഒപ്പം സ്കൂബ ടീമും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അപകടവുമില്ലാതെ ബലിതർപ്പണം നടപ്പിലാക്കി പോവുക, സുരക്ഷിതമായി നടപ്പിലാക്കി പോവുക എന്ന സജ്ജീകരണത്തിലാണ് ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ആളുകൾ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങുകയാണ്. കാരണം വലിയ ബ്ലോക്ക് ഇപ്പോൾ തന്നെ നേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ 3 മണി മുതൽ തുടങ്ങിയ ബലിതർപ്പണമാണ്. ഇന്നലെ മുതൽ ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുലർച്ചയോടുകൂടിയാണ് ഈ കർമ്മങ്ങൾ ആരംഭിച്ചത്. 15-ലധികം ബലിത്തറകൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് ആളുകൾ ഇപ്പോൾ ബലിതർപ്പണം നടത്തുകയും ചെയ്യുന്നത്. സിന്ധൂരി.